മസ്കറ്റിൽ ചികിത്സയിലിരിക്കാൻ മരിച്ച തിരുവനന്തപുരം സ്വദേശി നമ്പി രാജേഷിന്റെ മൃതദേഹവുമായി എയർ ഇന്ത്യ ഓഫീസിന് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധം. നമ്പി രാജേഷിന്റെ മരണത്തിൽ എയർ ഇന്ത്യക്ക് വീഴ്ച പറ്റി എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പോലീസും എയർ ഇന്ത്യ അധികൃതരും ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയിൽ സമരം അവസാനിപ്പിച്ചു. സംസ്കാരം ശാന്തി കവാടത്തിൽ നടന്നു. വിമാനത്താവളത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയ മൃതദേഹവുമായാണ് ബന്ധുക്കൾ എയർ ഇന്ത്യ ഓഫീസിൽ പ്രതിഷേധിച്ചത്. ഈഞ്ചക്കലിലെ എയർ ഇന്ത്യ ഓഫീസിലായിരുന്നു പ്രതിഷേധം. അമൃതയ്ക്കും കുടുംബത്തിനും എയർ ഇന്ത്യ നഷ്ടപരിഹാരം നൽകണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. അവരെ അധികൃതർ അറിയണം, ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അധികൃതർ അറിയണം. അവരുടെ അനാസ്ഥ കാരണമാണ് ഈ ഒരു മരണം നടന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടത് അവരാണ്, എയർ ഇന്ത്യ അധികൃതർ തന്നെ. വേറൊന്നുമില്ല, അവരുടെ ചെറിയൊരു വിട്ടുവീഴ്ച ഉണ്ടെങ്കിൽ അവർക്ക് പ്രശ്നം പരിഹരിച്ച് പോകാമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെപ്പോലെ പല വ്യക്തികൾക്കും ഇതേപോലെ പല അനുഭവങ്ങളും മാറിക്കിട്ടിയാണ്. തമ്പാനൂർ പോലീസ് എത്തി ചർച്ച നടത്തിയാണ് ബന്ധുക്കളുടെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിമാന കമ്മിറ്റി നടത്തുന്ന ടാറ്റ ഗ്രൂപ്പിനും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. ഇക്കാര്യത്തിൽ എന്തെല്ലാം സഹായങ്ങൾ ഈ കുടുംബത്തിൽ ചെയ്യാൻ കഴിയുമോ അത് വിമാന കമ്പനി നടത്തുന്ന ഗ്രൂപ്പും ചെയ്തു കൊടുക്കേണ്ടതാണ്. വികാരനിർഭരമായിരുന്നു കരമനയിലെ നമ്പി രാജേഷിന്റെ വസതി. പ്രിയതമനെ ജീവനോടെ ഒരു നോക്ക് കാണാൻ കഴിയാഞ്ഞ അമൃതയുടെ കണ്ണിൽ ഒരു നാടിന്റെ മുഴുവൻ കണ്ണുനീർ. നിറകണ്ണീരോടെ നിന്ന നാട്ടുകാരെയും ബന്ധുക്കളെയും സാക്ഷിയാക്കി നമ്പി രാജേഷിന്റെ മൃതശരീരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. 24 തിരുവനന്തപുരം.